നിങ്ങൾ പ്ലാനറ്റ് ലാബ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലാനറ്റ് ലാബ്സ് എന്നത് ഉപഗ്രഹ വിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു സ്വകാര്യ കമ്പനിയാണ്. പരമ്പരാഗത ഉപഗ്രഹങ്ങൾ വളരെ വലിപ്പമുള്ളവയാണെങ്കിൽ പ്ലാനറ്റ് ലാബ്സ് ഉപയോഗിക്കുന്നത് ക്യൂബ്സാറ്റുകൾ അഥവാ ഡൗസ് എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ ഉപഗ്രഹങ്ങളാണ്. ഇവക്ക് വളരെ കുറഞ്ഞ വലിപ്പമേ ഉള്ളൂ. ഭൂമിയുടെ ഓരോ ഭാഗത്തിൻ്റെയും ചിത്രം ദിവസവും പകർത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനെ അവർ ക്യൂബ്സാറ്റ് കോൺസ്റ്റലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 200-ലധികം ഇത്തരം ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വെക്കുന്നുണ്ട്. ഇവ ഒന്നിനു പുറകെ ഒന്നായി സഞ്ചരിക്കുകയും ഭൂമി കറങ്ങുന്നതനുസരിച്ച് ഓരോ ഭാഗവും സ്കാൻ ചെയ്യുകയാണ്. ഈ ഉപഗ്രഹങ്ങൾ പകർത്തുന്ന ചിത്രങ്ങൾ ഉടൻ തന്നെ ഭൂമിയിലെ സ്റ്റേഷനുകളിലേക്ക് അയക്കുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ സംയോജിപ്പിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇവരുടെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഇത് ഗൂഗിൾ മാപ്സ് പോലെ പൂർണ്ണമായും സൗജന്യമായ ഒരു സേവനമല്ല. പ്രധാനമായും 3 രീതികളിലൂടെ ഇവ ലഭ്യമാണ്. വ്യക്തികൾക്കോ ഗവേഷകർക്കോ അവരുടെ വെബ്സൈറ്റിലൂടെ ചിത്രങ്ങൾ തിരയാം. ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയോ ഗവേഷകനോ ഒക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പ്ലാനറ്റ് ലാബ്സ് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പ്രോഗ്രാം വഴി പരിമിതമായ ഡാറ്റ സൗജന്യമായി ലഭിക്കാനും അവസരമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്തോ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾക്കോ പ്ലാനറ്റ് ലാബ്സ് ചില ചിത്രങ്ങൾ പൊതുജനങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് നൽകാറുമുണ്ട്. ഗൂഗിൾ മാപ്സിലെ ചിത്രങ്ങൾ മാസങ്ങൾ പഴക്കമുള്ളതായിരിക്കാം. എന്നാൽ പ്ലാനറ്റ് ലാബ്സ് വഴി ഇന്നലെയോ ഇന്നോ ഉള്ള ചിത്രം പോലും നമുക്ക് ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുരുക്കത്തിൽ ഉപഭോക്താക്കൾക്ക് പണം നൽകി ഉപയോഗിക്കാവുന്ന ഒരു സേവനമാണ് പ്ലാനറ്റ് ലാബ്സ്. വലിയ കമ്പനികൾ, വിവിധ വകുപ്പുകൾ, ഗവൺമെൻറ്റുകൾ എന്നിവരാണ് ഇവയുടെ പ്രധാന ഉപഭോക്താക്കൾ. ഇനി വിഷയത്തിലേക്ക് വരാം. ഇറാൻ അമേരിക്ക സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്ലാനറ്റ് ലാബ്സ് തങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, മറ്റു യുദ്ധമേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തുവിടുന്നത് പ്ലാനറ്റ് ലാബ്സ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. ചിത്രങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് പകരം അത്യാവശ്യ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുത്തവർക്ക് മാത്രം ചിത്രങ്ങൾ നൽകുന്ന മാനേജ്ഡ് ആക്സസ് രീതിയിലേക്കാണ് ഇപ്പോൾ കമ്പനി മാറിയിരിക്കുന്നത്. 2026 മാർച്ച് 9 മുതലുള്ള ചിത്രങ്ങൾ ഇത്തരത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നത് വരെ ഈ നിയന്ത്രണം തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പ്ലാനറ്റ് ലാബ്സ് നൽകുന്ന ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ ശത്രുരാജ്യങ്ങൾ തങ്ങളുടെ സൈനിക നീക്കങ്ങൾക്കോ മിസൈലുകൾ ലക്ഷ്യം വെക്കുന്നതിനോ ഉപയോഗിച്ചേക്കാം എന്ന ആശങ്ക അമേരിക്കൻ ഗവൺമെന്റിനുണ്ട് എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ സ്വകാര്യ ഉപഗ്രഹ കമ്പനികളുടെ പ്രവർത്തനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അമേരിക്കൻ നിയമപ്രകാരം ഗവൺമെന്റിന് അധികാരമുണ്ട്. ഇത് പ്രകാരമാണ് ട്രംപ് ഭരണകൂടം ഇത് നടപ്പിൽ വരുത്തിയത്. യുദ്ധമേഖലയിലെ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരം ചിത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. നിയന്ത്രണം വന്നതോടെ യുദ്ധവാർത്തകളുടെ നിഷ്പക്ഷമായ പരിശോധന പ്രയാസകരമായി മാറി. പ്ലാനറ്റ് ലാബ്സിനെ കൂടാതെ വാണ്ടർ പോലുള്ള മറ്റ് പ്രമുഖ സാറ്റലൈറ്റ് കമ്പനികളും ഇതേ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. ചുരുക്കത്തിൽ യുദ്ധകാലത്ത് സാറ്റലൈറ്റ് ഡാറ്റ ഒരു ആയുധമായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അമേരിക്കൻ ഗവൺമെൻറ് ഈ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പൊതുഭാഷ്യം. എന്നാൽ ഈ നിയന്ത്രണത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ടതോ തന്ത്രപരവുമായ കാരണങ്ങളിലൊന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നിരന്തരമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ്. ഒരു മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നടന്നാൽ അത് അമേരിക്കൻ ബേസുകളിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കി എന്നത് ഇറാനും മറ്റ് ലോകരാജ്യങ്ങൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ ഈ പ്ലാനറ്റ് ലാബ്സ് പോലുള്ള കമ്പനികളുടെ ചിത്രങ്ങൾ സഹായിക്കും. ഇത് അമേരിക്കയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിഷയം. യുദ്ധത്തിൽ ഒരു ലക്ഷ്യസ്ഥാനം ആക്രമിച്ചാൽ അത് എത്രത്തോളം വിജയിച്ചു എന്ന് വിലയിരുത്താൻ സൈന്യം നടത്തുന്ന പ്രക്രിയയാണ് ബാറ്റിൽ ഡാമേജ് അസസ്മെന്റ്. സ്വകാര്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ലഭ്യമായാൽ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചോ എന്നും എവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത് എന്നും അവർക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ ഈ സൗകര്യം ഇല്ലാതാക്കാം. ആക്രമണത്തിന് ശേഷം തകർന്ന വിമാനങ്ങളോ മറ്റു ആയുധങ്ങളോ സ്ഥലത്തു നിന്ന് മാറ്റുന്നതും പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതും ഉപഗ്രഹങ്ങൾ വഴി നിരീക്ഷിക്കാനും സാധിക്കും. അമേരിക്കൻ ബേസുകളിലെ ഇത്തരം പോസ്റ്റ് സ്ട്രൈക്ക് മൂവ്മെന്റ് പുറം ലോകം കാണാതിരിക്കാൻ ഈ വിലക്ക് അനിവാര്യമാണെന്ന് അമേരിക്ക മനസ്സിലാക്കി. യുദ്ധകാലത്ത് വിവരങ്ങൾ നിയന്ത്രിക്കുക എന്നത് ഒരു തന്ത്രമാണ്.
പരിക്കേറ്റവരുടെ എണ്ണമോ തകർന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളോ പുറത്തു വരുന്നത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കാം. ഇത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ മാത്രം പുറം ലോകം വിശ്വസിക്കേണ്ട സാഹചര്യം ഈ നിയന്ത്രണം വഴി ഉണ്ടായിരിക്കുന്നു. ഷട്ടർ കൺട്രോൾ എന്ന ഈ നിയമപരമായ അധികാരം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനികൾ പകർത്തിയ ചിത്രങ്ങൾ പോലും സെൻസർ ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. 1990കളിലെ പേർഷ്യൻ ഗൾഫ് യുദ്ധസമയത്താണ് ഇത്തരമൊരു രീതി ആദ്യമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. നിലവിൽ ഇറാൻ അമേരിക്കൻ സംഘർഷത്തിലും ഇതേ തന്ത്രം തന്നെയാണ് പ്രയോഗിക്കപ്പെടുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇറാൻ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാവുന്നത് തടയാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. റഷ്യക്കും ചൈനക്കും പ്ലാനറ്റ് ലാബ്സിന് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കരുത്തുള്ളതോ ആയ ഉപഗ്രഹ സംവിധാനങ്ങൾ സ്വന്തമായി ഉണ്ട്. പ്ലാനറ്റ് ലാബ്സ് ഒരു സ്വകാര്യ കമ്പനിയാണെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും സംവിധാനങ്ങൾ പ്രധാനമായും അവരുടെ ഗവൺമെന്റുകളുടെയും സൈന്യത്തിന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിൽ അമേരിക്കയ്ക്ക് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ചൈനയാണ്. പ്ലാനറ്റ് ലാബ്സിന്റെ ഡവ് ഉപഗ്രഹങ്ങൾക്ക് നേരിട്ടുള്ള എതിരാളികളാണ് ചൈനയുടെ ജിലിൻ 1. ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹ ശൃംഖലകളിൽ ഒന്നാണിത്. ഭൂമിയുടെ ഏത് ഭാഗത്തെയും വളരെ കൃത്യതയോടെ ദിവസവും നിരീക്ഷിക്കാൻ ഇതിന് സാധിക്കും. ചൈനയുടെ ഔദ്യോഗിക ഹൈ റെസൊല്യൂഷൻ എർത്ത് ഒബ്സർവേഷൻ സിസ്റ്റമാണ് ഗാവോഫെൻ. സിവിൽ സൈനിക ആവശ്യങ്ങൾക്കായി ചൈന ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ ചൈനയുടെ സൈനിക ആവശ്യങ്ങൾക്കായി മാത്രമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള ഉപഗ്രഹങ്ങളാണ് യോഗാൻ. ബഹിരാകാശ ഗവേഷണത്തിൽ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള റഷ്യക്കും ശക്തമായ നിരീക്ഷണ ഉപഗ്രഹങ്ങളുണ്ട്. പ്ലാനറ്റ് ലാബ്സിനെ പോലെ ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താനും പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കാനും റഷ്യ ഉപയോഗിക്കുന്ന പ്രധാന ഉപഗ്രഹമാണ് കാനോപ്പസ് വി. വളരെ ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ നൽകുന്ന റഷ്യൻ വാണിജ്യ സിവിൽ ഉപഗ്രഹമാണ് റിസേഴ്സ് പി. റഷ്യയുടെ സൈനിക ഉപഗ്രഹങ്ങളുടെ പരമ്പരയാണ് കോസ്മോസ്. ഇതിൽ പലതും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ അടങ്ങിയതാണ്. അമേരിക്ക പ്ലാനറ്റ് ലാബ്സിനെ നിയന്ത്രിച്ചാലും റഷ്യക്കും ചൈനക്കും തങ്ങളുടെ സ്വന്തം ഉപഗ്രഹങ്ങൾ വഴി യുദ്ധമേഖലയിലെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ഇറാന്റെ സഖ്യകക്ഷിയായ റഷ്യക്ക് തങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇറാനുമായി പങ്കുവെക്കാനും സാധിക്കും. ഇത് യുദ്ധരംഗത്ത് അമേരിക്കയുടെ ഇൻഫർമേഷൻ കൺട്രോൾ തന്ത്രങ്ങളെ മറികടക്കാൻ ഇറാനെ സഹായിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഉപഗ്രഹ നിരീക്ഷണ രംഗത്ത് ലോകം ഇപ്പോൾ ഒരു ശീതയുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വൻ ശക്തികളും ഭൂമിയുടെ ഓരോ ഇഞ്ചും തത്സമയം നിരീക്ഷിക്കാനുള്ള മത്സരത്തിലാണ്.